ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യണ പോലെയുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് ഇടുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. പാർലറിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിന്. മാത്രമല്ല ഞാൻ മുട്ട പിന്നെ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്തിട്ടില്ല, ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യണേ. അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. ചോക്ലേറ്റ് ഐസ്ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് 2 കപ്പ് പാലെടുക്കുകയാണെങ്കിൽ 1 കപ്പായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ എടുത്ത പാലാണത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം, പൊടിച്ച പഞ്ചസാര, കൊക്കോ പൗഡർ, പിന്നെ കോഫിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത മിക്സ്ചറാണത്. പിന്നെ വേണ്ടത് ഇത് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ്, കോമ്പൗണ്ടിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ ഡയറി മിൽക്ക്, അങ്ങനെയുള്ള എനി കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ മിക്സി ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇടുന്നത് ഫ്രഷ് ക്രീമാണ്. പിന്നെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. മെയിനായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ആദ്യം ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത ശേഷം ടിന്നിലേക്ക് മാറ്റിയിട്ട് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബീറ്റർ ഇല്ലാതെയും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് മിക്സി ജാറിൽ ചെയ്ത് കാണിക്കണത്. പിന്നെ കോഫിയും വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള മിക്സ്ചർ ഇട്ട് കൊടുക്കാം. പിന്നെ കൊക്കോ പൗഡർ, ഇത് ചോക്ലേറ്റ് ഗ്രേറ്റിങ്സ് ആണ്, അതിടാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഞാനിന്ന് കേക്ക് ടീനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നർ ഏതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. കാരണം ഐസ് ക്രിസ്റ്റൽസ് ഫോം ആവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനും മുകളിലായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ക്ലിംഗ് റാപ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതൊരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് ഫ്രീസ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത നാളിൽ നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. ആദ്യം അലുമിനിയം ഫോയിൽ എടുത്ത് മാറ്റാം. പിന്നെ ബട്ടർ പേപ്പറും. കണ്ടില്ലേ, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ആയിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുട്ടിയിരിക്കണം ബട്ടർ പേപ്പർ ഈ ക്രീമിലേക്ക്. ഇനി ഈ ഐസ്ക്രീം ഞാൻ സ്ലൈസ് ചെയ്താണ് കാണിച്ചു തരാൻ പോണത്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. വാവ്, നമ്മുടെ ഐസ്ക്രീം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് സ്ലൈസ് ചെയ്ത ഉടനെ തന്നെ കഴിക്കേണ്ടതാണ്. കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ള ഐസ്ക്രീംസിൽ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി പോവും. ഇവിടെ ചെന്നൈയിലാണെങ്കിൽ 42 ഡിഗ്രി ചൂടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ റിച്ച് ആയിരിക്കും ഐസ്ക്രീം, അത്രയും ടേസ്റ്റും കൂടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എല്ലാവരും ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.